നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ പോലും ഇന്ന് ഭൂമിയിലില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അവരെ തളർത്തുന്നത്, ചിലർക്ക് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ്, ചിലർക്ക് രോഗദുരിതങ്ങളാണ്. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല. എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകാത്ത അവസ്ഥ. എത്ര പ്രാർത്ഥിച്ചാലും എത്ര വഴിപാടുകൾ നടത്തിയാലും ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ വെറും 3 കാര്യങ്ങൾ ദിവസവും ചെയ്താൽ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളായാലും എത്ര വലിയ പ്രശ്നങ്ങളായാലും പതിയെ മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മാർഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ 3:30-നും 5:30-നും ഇടയിലുള്ള ആ ഒരു സമയമാണ്. ഇത് കൃത്യമായിട്ട് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്രഹ്മമുഹൂർത്തം കൃത്യമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ദിവസവും ഇങ്ങനെ ബ്രഹ്മമുഹൂർത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് സമയം എന്നുള്ള രീതിയിൽ പുലർച്ചെ 4:30-നും 5:15-നും ഇടയിലുള്ള സമയത്തെ ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് മനസ്സിലാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് പ്രകൃതിയിലെ ഊർജം ഏറ്റവും ശുദ്ധമായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. ദൈവിക ശക്തികൾ ഭൂമിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയമാണിത്. മനുഷ്യ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയവും. അതുകൊണ്ട് തന്നെയാണ് പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഈ സമയത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്, ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിശബ്ദമായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. പല ആളുകളും അങ്ങനെ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവർക്ക് അലാറത്തിൻ്റെ പോലും ആവശ്യമില്ല. ആ ഒരു സമയമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട്. പണ്ടുള്ള അമ്മമാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഒരു സമയത്ത് എഴുന്നേൽക്കുന്ന ആളുകളാണ്. ഇന്നാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് രാവിലെ 8 മണിക്ക് ശേഷം എഴുന്നേൽക്കാൻ പോലും അലാറത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഉറങ്ങാൻ കിടന്ന് അലാറം മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒറ്റയടിക്ക് ചാടി എഴുന്നേൽക്കും. എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അലാറം മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒറ്റയടിക്ക് എഴുന്നേൽക്കരുത്. പകരം കണ്ണുകൾ തുറന്ന ഉടൻ മനസ്സിൽ മാത്രം പറയുക, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ ഒരു കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഇത് പറഞ്ഞ ശേഷം കിടക്കയിലിരുന്ന് 2 മിനിറ്റ് കണ്ണടച്ച് ആഴമായി ശ്വാസം എടുക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് ഊർജം പതിയെ ശാന്തമാകാൻ തുടങ്ങുമെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഉടൻ തന്നെ വായ കഴുകി, മുഖം കഴുകി, കഴിയുമെങ്കിൽ സാധിക്കുന്നവരൊന്ന് കുളിക്കുക. കുളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഈ വെള്ളത്തിൽ ഒഴുകിപ്പോകട്ടെ. ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ കുളിക്കേണ്ടത്. ഈ ചിന്ത തന്നെ നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ മാറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന ചെറിയ പ്രാർത്ഥന പോലും വലിയ ഫലം നൽകുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഈ പ്രാർത്ഥന പറയാം.
എന്താണ് പ്രാർത്ഥന? ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് മാറാൻ വഴി കാട്ടണമേ. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ആ ഒരു ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി സാധിക്കുന്നവർ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന പറയാം. ഇനി നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പറയാം. എങ്ങനെയാണെങ്കിലും ഒരുപാട് ആളുകൾ പറയാറുണ്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണിത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുമെന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്കിൻ്റെ മുന്നിലായാലും അല്ല വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഇരുന്നു കൊണ്ടായാലും ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ, ഓം നമോ നാരായണായ, ഈ 3 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 108 തവണ ജപിക്കണം. ഓം നമഃശിവായ, ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ, ഓം നമോ നാരായണായ, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നത് 108 തവണ ജപിക്കുക. ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ മതി 108 തവണ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. 21 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ 100% ഉറപ്പായിട്ടും, ഞാനിവിടെ അത്രമേൽ ഉറപ്പോടുകൂടി പറയുകയാണ്, 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതും വളരെ വളരെ പ്രധാനമാണ്. എഴുന്നേറ്റ ഉടൻ തന്നെ മൊബൈൽ നോക്കരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും, അല്ലേ? ഒരു കാരണവശാലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ മൊബൈൽ നോക്കാനായിട്ട് പാടില്ല. നെഗറ്റീവ് വാർത്തകൾ കാണരുത്. ഇന്ന് ഫോൺ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പം അങ്ങനെയുള്ള വാർത്തകൾ കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരാതിപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും ദിവസം മുഴുവൻ നെഗറ്റീവ് ആക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരും എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിന് ശാന്തത കൈവരും, തീരുമാനങ്ങൾ ശരിയാകാൻ തുടങ്ങും, തടസ്സങ്ങൾ പതിയെ മാറും, ഭാഗ്യം പിന്തുടരും, ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ 5 ഗുണങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ ചെയ്തതിന് ശേഷം എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്ക് അതിൽ നിന്നൊരു ഗുണവും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച ശേഷവും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലെ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേടിയ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.